നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ജയിക്കുന്ന ടീം സെമി ഫൈനലിലേക്ക്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ സിറ്റിയുടെ മൈതാനത്ത് ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ തീപ്പൊരി പറന്നിരുന്നു അങ്ങ് മാഡ്രിഡിൽ. അതിൻ്റെ രണ്ടാം ഭാഗം കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുമ്പോൾ രണ്ട് ടീമിൻ്റെയും പരിശീലക സ്ഥാനത്തുള്ളത് മഹാരഥന്മാരാണ്. കാർലോ ആഞ്ചലോട്ടി 200 UCL മത്സരങ്ങൾ പൂർത്തീകരിച്ച കോച്ച്, മറുഭാഗത്താവട്ടെ പെപ് ഗാർഡിയോള. അങ്ങനെ രണ്ട് മഹാരഥന്മാർ തമ്മിൽ നേർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ കളിയെക്കുറിച്ചും ഭയമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ കാണുന്നു എന്നൊക്കെ. ആഞ്ചലോട്ടിയോട് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ, ആരാണ് ഉറക്കം നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉറക്കമൊന്നും അങ്ങനെ ആർക്കും കളയാൻ പറ്റില്ല, ഞാൻ കൂടുതൽ ഭക്ഷണം രാത്രി കഴിച്ചാൽ മാത്രമേ ഉറക്കം നഷ്ടമാവുകയുള്ളൂ എന്ന് അദ്ദേഹം രസകരമായി മറുപടി പറഞ്ഞു. അതുപോലെ പെപ്പിനോട് ചോദിക്കുന്നു, ഭയമുണ്ടോ? റയൽ മാഡ്രിഡിനെയാണ് നേരിടാനുള്ളത്, നിങ്ങൾ റയൽ മാഡ്രിഡിനെ ഭയക്കുന്നുണ്ടോ? നിങ്ങൾ ഏറ്റവും ഭയക്കുന്ന ടീം റയലാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പെപ്പ് പറയുന്നു, നോ, ഐ ഡോണ്ട് ഫിയർ ദം. എനിക്ക് അവരെ ഭയമില്ല. ഞാൻ ഒരുപാട് തവണ അവരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളയാളാണ്. എനിക്ക് റയലിനോടുള്ളത് റെസ്പെക്റ്റാണ്, അവരോട് എനിക്ക് ബഹുമാനമാണുള്ളത്. ഇപ്പം ഞാൻ റയലിനെ ഭയക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കരുതാം, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഐ റെസ്പെക്ട് റയൽ മാഡ്രിഡ്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ ഭയമില്ല എന്ന് തന്നെ ഇപ്പോൾ പെപ് ഗാർഡിയോള പറയുന്നു. പരസ്പരം ബഹുമാനിക്കുന്ന രണ്ട് കോച്ചുമാരുടെ ടീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്തായാലും ഒരു ക്ലാസിക് പോരാട്ടമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഇന്ന് ആരാധകരെ കാത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.